പാർട്ട് 4 ആയിട്ടാണ് വന്നിരിക്കുകയാണ്. വീഡിയോ തുടങ്ങിയപ്പോൾ നല്ല മഴയാണ് ഫസ്റ്റ്. ഇന്നത്തെ നമ്മുടെ ജോബ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഫാം സെറ്റ് ജോബ്. അപ്പോൾ ഫാം സെറ്റ് ചെയ്യാനായിട്ട് ഐറ്റംസ് എൻ്റെ ഉണ്ട്. നമ്മുടെ സീഡ് ഇല്ല. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ പോയിട്ടൊരു സീഡ് നമുക്ക് എന്താ പറയുക സെറ്റാക്കണം. നമുക്ക് വരുന്നത് അല്ല ഗീസ്, നമുക്കൊരു കാര്യം ചെയ്യാം. ഫാം അടുത്ത വീഡിയോയിൽ സെറ്റ് ചെയ്യാം. ഇന്ന് നമുക്ക് മൈൻഡ് പോകണം. ഞാനതാണ് മറന്നുപോയി കേട്ടോ. ഞാനൊന്ന് സ്റ്റോപ്പായി പോയി. ഫാമല്ല മൈൻഡാണ്. നമുക്ക് ആർമറൊക്കെ സെറ്റ് ചെയ്യണം. ആർമർ സെറ്റ് ചെയ്യണമെന്നില്ല ശരിക്കും പറയാം. പക്ഷെ നമുക്ക് സർവേ ഒന്ന് പിടിച്ചു തരണമെങ്കിൽ ആർമർ വേണം, അല്ലെങ്കിൽ നമ്മളുടെ ഉണ്ടാവും. ഞാനൊരു സ്റ്റിക്ക് ഉണ്ടാക്കട്ടെ. ഒരു 2-4 പിക്കാക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അയണോ കോപ്പർ അങ്ങനെ ഉണ്ടോ മൈൻഡ് ചെയ്തെടുക്കാം. ടോർച്ച് അടച്ച് 35 ഉണ്ടാവും. 35 മതിയൊന്നും പറയാൻ പറ്റില്ല. ടോർച്ച് ഒരു കുറച്ചും കൂടെ ഉണ്ടാക്കി. അപ്പോൾ കോൾ നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം. ഇവിടെ കുറച്ച് ടോർച്ചുണ്ട്. നമുക്ക് ഒരു സ്റ്റാക്കിന് ടോർച്ച് ഉണ്ടാക്കും. അതിനകത്ത് കുറച്ചും കൂടെ കൊടുക്കുന്നുണ്ട്. നമ്മുടെ സ്റ്റിക്കും കൂടി എടുത്തിട്ട് ഇവിടെ വെച്ചിട്ട് എന്താ എത്ര ഡോസ് ഉണ്ടാക്കി കിട്ടും നോക്കാം. 63 കേസ് ഒരെണ്ണം കൂടി കിട്ടി കഴിഞ്ഞാൽ വേസ്റ്റ് ആക്കാം. പക്ഷെ നമുക്കിത് തന്നെ മതി. ഇനി നമുക്ക് മൈനിങ്ങിന് പോകാം. പേടിക്കണ്ട. സ്ട്രിപ്പ് മൈനിങ് ആണ് ഈ ഹാർഡ് കോറിലൊക്കെ അതാണ് സേഫ്. താഴത്തോട്ട് വിളിച്ച് പോകുന്നതാണ് സേഫ്. സ്ട്രിപ്പ് മൈനിങ് ആണ് സേഫ്. കാരണം ഇതിൽ നമുക്ക് ചത്തു കഴിഞ്ഞാൽ റീസ്പോൺ ആകാൻ പറ്റില്ലല്ലോ. ഡേ പ്ലേഡ് 4 അതിനകത്ത് നമുക്കൊരു 100 വരെയാണ് ഡേയ്സ് പോകുന്നത്. എനിക്ക് കോപ്പർ അങ്ങ് പൊളിച്ചെടുക്കാം ഗൈസ്. കോപ്പർ മൈൻഡ് ചെയ്തെടുക്കാം നമുക്ക്. പ്ലീസ് നമ്മുടെ വീഡിയോ കാണുന്ന കുറേ പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ലൈക്ക് ചെയ്യാതാണ് കാണുന്നത്. ഒന്ന് ലൈക്ക് അടിച്ചേക്ക്. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ ഗൈസ്. ഓക്കെ, ഇവിടെ നിന്ന് മൈൻഡ് ചെയ്ത് പോകാം നമുക്ക്. ഈ ഗ്രാവൽ നമുക്ക് ഒരു ടോർച്ച് നടന്നില്ല. തീർന്ന സമയത്ത് രാവിലെ തീർന്ന സമയത്ത് ഇവിടെ കൊടുക്കണം. എനിക്ക് താഴത്തോട്ട് വിളിച്ച് പോവാം. രാവിലെ വീണ്ടും വന്നു. ഇപ്പോൾ പോയി. നിങ്ങൾക്ക് ഇനി ജാവയിലൊക്കെ ഒരു സീരീസ് തുടങ്ങണമെങ്കിൽ പറഞ്ഞാൽ മതി. എൻ്റെ അടുത്ത പ്ലാൻ നമുക്ക് പറയുകയാണെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് ജാവയിലൊരു സർവൈവൽ സീരീസ് തുടങ്ങാനാണ് എൻ്റെ പ്ലാൻ. കാരണം ബെഡ്റോക്കിൽ നമുക്കൊരു സർവൈവൽ സീരീസ് ഉണ്ട്, അതാണ് ഹാർഡ് കോർ. അതുപോലെ ജാവയിൽ ഇത് കഴിഞ്ഞിട്ട് ഒരെണ്ണം തുടങ്ങിക്കഴിഞ്ഞാൽ സെറ്റാവും. അപ്പോൾ നിങ്ങൾ പറയാം, നിങ്ങളുടെ കമൻറ്റ് അനുസരിച്ചിട്ടായിരിക്കും അത് ചെയ്യുക.
ഓക്കെ ഇവിടെ വന്നപ്പോൾ നമുക്ക് കേവ് ഉണ്ട് കേട്ടോ. പൊളിച്ച് കിട്ടാം. ഇവിടെ കേവ് ഉണ്ട്. അപ്പോൾ കോപ്പറൊക്കെ മൈൻഡ് ചെയ്തെടുക്കാം. കോപ്പറൊക്കെ ഉണ്ട്. കോപ്പർ ഇത്ര സെറ്റാണ് ഈ അയൺ. ഈ കോപ്പർ അയൺ അതിൻ്റെ ഞാൻ വാട്ടൊക്കെ ഒന്ന് ബ്ലോക്ക് ചെയ്തിട്ടാൽ മതി. ഫസ്റ്റ് ഗൈസ് നമുക്ക് മോജാങ്ക് ഗെയിമിലോട്ട് കോപ്പർ വെച്ച് ആർബൺ ടൂൾസൊക്കെ ഉണ്ടാകുന്നത് കൊണ്ട് നമുക്ക് സ്റ്റാർട്ടർ ഗെയിമിലും ഹാർഡ് കോറിലൊക്കെ വളരെ യൂസ്ഫുള്ളാണ്. കോപ്പറൊക്കെ നമുക്ക് പെട്ടെന്ന് കിട്ടിക്കൊള്ളുന്നു. യോസിന് സോളറിന് ഉണ്ടായിക്കൊണ്ട് വന്നില്ല, മറന്നുപോയി അതിൻ്റെ കാര്യം. അതൊക്കെ ഓട്ടോണെങ്കിൽ വീട്ടിലോട്ട് ഇട്ടൊന്നും കൂടെ ഉണ്ടാക്കാം. ഞാൻ വെച്ച് പെട്ടെന്ന് അയണുണ്ടെന്ന്. സാധനങ്ങളുണ്ട്. ചിലപ്പോൾ നമ്മൾ ഹാർഡ് കോർ എന്നാണ് തീരുമാനം. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അത്ര ഡേഞ്ചറാണ്, പറയാൻ പറ്റില്ല. തീർന്നു കഴിഞ്ഞാൽ നമ്മുടെ സീരീസ് തീർന്നു കഴിഞ്ഞാൽ നമുക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. പുതിയൊരു സീരീസ് നമ്മൾ ജാവയിൽ തുടങ്ങും. ഒരുപാട് വലിയ ഗെയിമാണെന്ന് തോന്നുന്നു. ഇവിടെ അയണൊക്കെ ഉണ്ട് ഒരുപാട്. അപ്പോൾ മിക്കവാറും എനിക്ക് തോന്നുന്നു നമുക്ക് ഇങ്ങനെ ഒരുപാട് അയൺ കിട്ടുവാണെങ്കിൽ നമുക്ക് ആർമറൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും പെട്ടെന്ന് തന്നെ. കറക്റ്റ് സമയത്ത് ഒരു പിക്കാക്സ് എടുത്തു. പിക്കാക്സ് നമ്മൾ കുറേ ഉണ്ടായി കുഴപ്പമില്ല. പക്ഷെ നമ്മൾ സോഡ് ഉണ്ടാക്കില്ല, ആണ് പ്രശ്നം പറ്റിയത്. ഇവിടെ ഉണ്ട്. ഈ അയൺ ഇങ്ങനൊരു കാര്യമുണ്ട്. നമ്മൾ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് കിട്ടിക്കൊണ്ടിരിക്കും. ഡയമണ്ടൊക്കെ അതുവരെ കിട്ടിക്കഴിഞ്ഞാൽ നൈസായിരിക്കും. അയ്യോ ഓക്കെ. ഇവിടെ വീണ്ടായാണ് മറ്റേ എൻഡർമാൻ ഉണ്ട്. ഈ സെൻറ്റർമാൻ ഇതിനകത്തൊന്നും ഒന്നുമില്ല കേസ്. അപ്പോൾ നമ്മൾ കുറച്ച് കോള് കളക്ട് ചെയ്യാം. കോളിനെ പറ്റി പിന്നെ ഒന്നും പറയാനില്ല കേസ്. കിട്ടിക്കൊണ്ടിരിക്കും ഇങ്ങനെ അങ്ങോട്ട്. Yes. Ayan. Guys, ഇവിടെ അയണുണ്ട് ഗൈസ്. ഇതെടുത്ത് മൈൻഡ് ചെയ്തേക്കാം. ഒന്നുള്ളൂ. നഷ്ടം ഒന്നുള്ളൂ.
ഓക്കെ 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 ഓക്കെ. ഇത് കുഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ചിലപ്പോൾ താഴത്തോട്ടായിരിക്കും. കുഴപ്പമില്ല, ഇതൊന്നും കുഴപ്പമില്ല. ഇവിടെയൊക്കെ ഡയമണ്ട്, അവിടെ ഒരു ഡയമണ്ട് ഉണ്ട്. ഈ ഒരു ഭാഗം നോക്കി വെച്ചാൽ ഇവിടെ ഡയമണ്ടുള്ള സ്ഥലമാണ്. ഇങ്ങനെ കത്തിക്കുന്ന ഒരുപാട് സ്ഥലത്ത് അയണാർമാർക്കായിട്ട് നമുക്ക് ഇങ്ങോട്ട് വരണം. കേസ് എടുക്കാൻ ഡയമണ്ട് എടുക്കാം. 37 അയണയാണ്. നമുക്ക് മിക്കവാറും ആർമറൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും പെട്ടെന്ന് തന്നെ. ഫിൽറ്റർ ചെയ്ത് മുന്നോട്ട് വരണം, നല്ല പണി എടുക്കുന്നു. മേലോട്ട് പോകുന്നതിനനുസരിച്ച് നമുക്ക് അയൺ കിട്ടാനുള്ള സാധ്യത കൂടാണ്. പറഞ്ഞില്ല, അതിന് മുമ്പ് അയൺ പറ്റി. ഇവിടെ 2 പേരെ അയണിട്ടുണ്ട്. അയൺ കിട്ടിയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ നേരെ വീട്ടിലോട്ട് പോകാം. വേറെ പണിയൊന്നും നമുക്കില്ല. നേരെ ആർമർ സെറ്റ് ചെയ്തിട്ട് പിക്കാക്സ് ചത്തെന്ന് വിചാരിച്ചത്. ജസ്റ്റ് ഒരു ഷീൽഡ് പോലും ഇല്ല ഈ സമയം. ഓ, ഷീൽഡ് ഉണ്ട്. എന്നിട്ട് ഞാൻ അറിയാതെ തീർന്നില്ലേ. ഓ, ടച്ച് വിട്ട് അത് വെള്ളത്തിൽ പോയി. ഓരോ നമുക്കിന് തിരിച്ചു പോകാം. എനിക്ക് അവസാനിച്ച് തിരിച്ചു പോകാം. നമുക്ക് എത്ര 56 ആയിട്ടുണ്ട്. ഫുൾ ആവാൻ കൊടുത്ത് അങ്ങനെ ആവാൻ പറ്റും. കോള് 16 കിട്ടിയിട്ടില്ല. അതൊക്കെ മതി. നമുക്ക് നോക്കിയൊന്നും സാധനം കിട്ടിയില്ല. അയൺ കിട്ടിയില്ല. അയ്യോ, ഇപ്പം പോയേനെ. ഇവിടെ വേറെ അയൺ എടുത്തിട്ട് അയൺ തീർന്നില്ലേ? അതിനുണ്ട്. എനിക്ക് തോന്നുന്ന അയൺ അവിടെ അയൺ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ അയൺ ഒരു പ്രശ്നം ഉണ്ടായെടുക്കുമെങ്കിൽ സ്ഥലം മാറി. അയ്യോ, പെട്ട സമാധാനം വഴി കിട്ടിയല്ലോ. ഇതല്ല, ഇതാണ് ഇതല്ലേ പിന്നെ അവിടെ. അയ്യോ,
ഒന്നും പറയാം ഡേയ്സ്, ഹാർഡ് കോർ ഡേയ്സ് അല്ല 100 ഡേയ്സ് പാളിപ്പോയിട്ടുണ്ട്. അപ്പം നല്ല സ്പീക്കറ്റ് വേൾഡ് നോക്കി നോക്കാം. അതാണ് നമ്മുടെ സ്പീക്കറ്റ് വേൾഡ്. ഇവിടെ എവിടെ സ്പോണായി വീണിട്ട് ഇവിടെ അങ്ങോട്ട് പോയി. വേൾഡ് ഉണ്ട് നമ്മുടെ മൈനിങ്, ഇതോടെ മൈനിങ് ഏരിയ. ഇവിടെ ഉണ്ടാവും നമ്മുടെ ഐറ്റംസ് ഒക്കെ. നോക്കിയോ ഇവിടെ പോകുമ്പോൾ മറ്റാണ് നമ്മുടെ ഐറ്റംസ്. ഗൈസ് അതൊരു വല്ലാത്ത അടിയായിപ്പോയി. ഞാൻ ഓടിയാൽ മതിയായിരുന്നു അവരെ കണ്ട. പോകണ്ട, എൻ്റെ സോഡൊക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട് കൊന്നിട്ട്. ഇവിടെ മേടിച്ച് കിടക്കുന്നു. അല്ലെങ്കിൽ വിഷമമൊന്നുമില്ല, കാരണം അത്രയ്ക്ക് നമ്മൾ ഒരുപാടൊന്നും കഷ്ടപ്പെട്ട് സാധനങ്ങൾ ഉണ്ടാക്കിയില്ല, കുറച്ചൊക്കെ ഉണ്ടാക്കിയുള്ളൂ. അതുകൊണ്ട് അത്ര വലിയ സങ്കടമൊന്നുമില്ല. കുഴപ്പമില്ല ഗൈസ്, പോട്ടെ. അതൊക്കെ പുതിയൊരു വീട്ടിൽ തുടങ്ങുമല്ലോ, പിന്നെ എന്താ കുഴപ്പം. എന്തായാലും ഗൈസ് ഈ വീഡിയോ ഞാനിവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. തല മാത്രം പോകുന്നു. ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് നാളെ പുതിയൊരു സീരീസ് ആയിട്ട് വരാം. അത് നമ്മുടെ മൈൻക്രാഫ്റ്റ് ജാവയിലായിരിക്കും. അപ്പോൾ നമുക്ക് ഓക്കെ ഗൈസ്, അപ്പം ജാവയിൽ നമ്മൾ തുടങ്ങും നാളെ. അപ്പോൾ എല്ലാവരും അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. നമ്മൾ കിള്ള സീരീസ് ജാവയിൽ തുടങ്ങും. ഹാർഡ് കോർ അല്ല ഗൈസ്, സർവൈവൽ നോർമൽ. അപ്പം ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും ഗുഡ് ബൈ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് എല്ലാവരും ഗുഡ് ബൈ.